മിശിഹായിലെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, യേശുവും നിക്കോദേമസ് തമ്മിലുള്ള സംഭാഷണമാണ് നമ്മളിന്ന് വായിച്ചു കേട്ടത്. ഇന്ന് കത്തോലിക്ക തിരുസഭയിലെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസവും കൂടിയാണ്. നമ്മൾ പെരുന്നാളുകളൊക്കെ പെരുന്നാളൊക്കെ നമ്മുടെ സൗകര്യം ഇപ്പോൾ നടത്തും മാത്രം. പക്ഷെ ഇന്നാണ് ശരിക്കും തിരുനാളുള്ള ദിവസം. അവിശ്വാസത്തിന് വേണ്ടിയിട്ട് ജീവൻ കളയാനായിട്ട് ഭൗതികമായിട്ട് കിട്ടുന്നതൊന്നും എനിക്ക് വേണ്ട, മറിച്ച് ദൈവരാജ്യത്തെ പ്രതി സ്വർഗത്തെ മാത്രം ലക്ഷ്യം വച്ച ജീവിച്ച അൽമായ വിശുദ്ധനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. നമ്മൾ ആ വിശുദ്ധൻ്റെ മാധ്യസ്ഥം യാചിച്ച് എല്ലാ ഇടവകളിലും അമ്പത്തിനാൾ നടത്തുന്നുണ്ട്. പക്ഷേ എത്രമാത്രം ആ വിശ്വാസ തീക്ഷ്ണത നമ്മുടെ കുടുംബത്തിലേക്കും തലമുറയ്ക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. യേശുവും നിക്കോദേമസും നമുക്കിവിടെ കാണുവാൻ സാധിക്കും. നിക്കോദേമസ് യേശുവിൻ്റെ അടുത്തേക്ക് വന്നത് എന്തിനു വേണ്ടിയിട്ട്? നിക്കോദേമസ് യേശുവിൻ്റെ അടുത്തേക്ക് വന്നത് യോഹന്നാൻ ശ്ലീഹ സാധാരണ അത്ഭുതങ്ങൾ എന്ന് പറയാറില്ല, അടയാളങ്ങൾ എന്ന് പറയുക. അതുകൊണ്ട് കാനായിൽ ചെയ്ത ആദ്യത്തെ അടയാളം എന്ന് പറയുന്നത് അത്ഭുതം എന്ന് യോഹന്നാൻ ശ്ലീഹ പറയില്ല. അത്ഭുതം കാണാൻ വേണ്ടിയിട്ടാണ് നിക്കോദേമസ് യേശുവിൻ്റെ അടുത്തേക്ക് വന്നത്. നമ്മുടെ നബി, നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ, ഈ അത്ഭുതങ്ങൾ ദൈവത്തിൽ എന്ന വ്യക്തിക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ്, അത്ഭുതങ്ങളെ നോക്കിയിട്ടാണ് നിക്കോദേമസ് യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വന്നത്. പക്ഷേ യേശു ആഗ്രഹിക്കുന്നത് അതല്ല. യേശു ഒരിക്കലും അത്ഭുതം കണ്ടിട്ട് നിങ്ങൾ ആരും എൻ്റെ അടുത്ത് വരണ്ട എന്ന് വ്യക്തമായിട്ട് യേശു പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 23 24 വാക്യത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവൻ ജെറുസലേമിലായിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട്, അല്ലെങ്കിൽ അത്ഭുതങ്ങൾ കണ്ട് വളരെ പേർ അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല. കാരണം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. നമ്മൾ അത്ഭുതം കണ്ടിട്ടാണ് യേശുവിനെ എടുത്ത് വരുന്നുണ്ടെങ്കിൽ യേശുവിന് തീരെ ഇഷ്ടമല്ല. പലപ്പോഴും നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ യേശു എടുത്ത് വരുമ്പോൾ യേശുവിന് ഇഷ്ടമല്ല. പക്ഷേ യേശു കരുണ കാണിക്കുന്നതുകൊണ്ട് ചില കാര്യങ്ങൾ നടന്നു കിട്ടുന്നു മാത്രം. നിക്കോദേമസ് അങ്ങനെ ആണ് യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വന്നത്. എന്നിട്ട് യേശു പറയുന്നൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞേ? നീ വീണ്ടും ജനിക്കണം, നീ വീണ്ടും ജനിക്കണം. നീ അത്ഭുതം കാണാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. പക്ഷേ ഇങ്ങനെ പോയാലേ നീ ശരിയാവില്ല. നീ വീണ്ടും ജനിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നിക്കോദേമസ് സംശയമായി. ഈ പ്രായമായ മനുഷ്യനെ എനിക്ക്, ഒത്തിരി പ്രായമായി നിക്കോദേമസിനെ, ഈ പ്രായമായ മനുഷ്യനെ എനിക്ക് എങ്ങനെയാണ് വീണ്ടും ജനിക്കാനായിട്ട് സാധിക്കുക? ഉടനെ യേശു പറഞ്ഞു, ജലത്താലും ആത്മാവിനാലും നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിലെ പ്രവേശിക്കില്ല, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. നമ്മൾ ഓരോ ദിവസവും പരിശുദ്ധ ആത്മാവിനാലും വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കണം, വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴാണ് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായി മാറുവാനായിട്ട്, ആത്മാവിൻ്റെ ഹിതപ്രകാരം എല്ലാം നടത്തുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. പിന്നെ നിക്കോദേമസ് എപ്പോഴാണ് ഈശോയെ കാണാൻ വന്നത്? രാത്രി. യോഹന്നാൻ ശ്ലീഹ കൃത്യമായിട്ട് രാത്രിയെ ഒരു ഇരുട്ടിനെ, അല്ലെങ്കിൽ രാത്രി ഇരുട്ടിനൊക്കെ പ്രതീകാത്മകമായിട്ട് സൂചിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. രാത്രിക്ക് പൂർണ്ണതയില്ല, അപൂർണതയാണ്.
രണ്ടാമതായിട്ട് ഈ രാത്രിയെ യോഹന്നാൻ ശ്ലീഹ വിശേഷിപ്പിക്കുന്നത് ഭൗതികമായ വിശ്വാസം എന്നാണ്. ദൈവശാസ്ത്രന്മാർ ഈ രാത്രിയുടെ അർത്ഥം വ്യാഖ്യാനിക്കുന്നത്, യോഹന്നാൻ ശ്ലീഹ പറയുന്ന ഈ രാത്രിയുടെ അർത്ഥം, യോഹന്നാൻ ശ്ലീഹയുടെ പറയുന്ന രാത്രിയുടെ അർത്ഥം ഉദ്ദേശിക്കുന്നത് ഒന്ന് അപൂർണമായതാണ്, രണ്ട് ഭൗതികമായ വിശ്വാസത്തെ, മൂന്ന് തിന്മയുടെ പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് ദൈവശാസ്ത്രന്മാരും ബൈബിൾ പണ്ഡിതന്മാരും സൂചിപ്പിക്കുന്നത്. അപ്പൊ രാത്രിയിലാണ് നിക്കോദെമസ് ഈശോയെ കാണാൻ വന്നത്. അവന്റെ ഭൗതികമായ വിശ്വാസ, അവൻ ദൈവരാജ്യത്തെ കുറിച്ച് ചിന്തിച്ചിട്ടല്ല വന്നിട്ടുള്ളത്. അവിടെ എന്ത് അത്ഭുതം നടക്കും എന്ന് ചിന്തിച്ചിട്ടാണ് ഈശോയെ കാണുവാനായിട്ട് വന്നത്. അത് ഭൗതിക വിശ്വാസമാണെന്ന് കൃത്യമായിട്ടും ഈശോ പഠിപ്പിക്കുക. അതുകൊണ്ട് ഈശോ പറഞ്ഞത് നീ വീണ്ടും ജനിക്കണമെന്ന്. യോഹന്നാന്റെ സുവിശേഷം വീണ്ടും യോഹന്നാന്റെ സുവിശേഷത്തിൽ രാത്രിയെ കുറിച്ച് പറയുന്നുണ്ട്. 13-ാമത്തെ അധ്യായം 30-ാം വാക്യത്തിലെ, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 30-ാം വാക്യത്തിലെ പറയുന്നുണ്ട് രാത്രി. ആരാന്ന് ചോദിച്ചാലേ, യൂദാസ് ആ കുർബാന സ്ഥാപിച്ചു കഴിഞ്ഞിട്ട് കർത്താവിൽ നിന്ന് അപ്പകഷ്ണം സ്വീകരിച്ച് അവൻ പുറത്തുപോയി. അപ്പോൾ രാത്രിയായിരുന്നു. അതിൻ്റെ അർത്ഥം യൂദാസ് അന്ധകാരത്തിലായി. ഈശോയെ സ്വീകരിച്ചിട്ട് അവൻ നേരെ പോയത് പുറത്തുപോയി, അവൻ അന്ധകാരത്തിലായിരുന്നു. യൂദാസ് പ്രകാശത്തിൽ നിന്ന്, ലോകത്തിന്റെ പ്രകാശമായ ഈശോയുടെ അടുത്ത് നിന്ന് കുർബാന സ്വീകരിച്ചിട്ട് അന്ധകാരത്തിലേക്ക് പോയി. അന്ധകാരത്തിലായിരുന്നു നിക്കോദെമസ്. ഈശോയോട് പറഞ്ഞു വീണ്ടും ജനിക്കണം പറഞ്ഞപ്പോൾ അവൻ പ്രകാശത്തിലേക്ക് വന്നു. ഓക്കെ, ഇനി മൂന്നാമത് 6 വരെ വാക്യത്തിലെ വീണ്ടും ജനനത്തെ കുറിച്ച് പറയുമ്പോൾ ദൈവശാസ്ത്രന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്. പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കണം. വീണ്ടും ജനിക്കണം എന്ന് പറയുമ്പോൾ പുതിയ ജീവിതത്തിന് തുടക്കം കുറയ്ക്കണം, ഒരു മാറ്റം ഉണ്ടാകണം. വിശ്വാസ ജീവിതമായിട്ടൊരു മാറ്റം നമ്മിലുണ്ടാകുമ്പോഴാണ് ഈ ജലത്താലും ആത്മാവിനുള്ള പരിവർത്തനം നമ്മിൽ നടക്കുകയുള്ളൂ. അതിന് ഒന്നാമതായിട്ട് നമ്മിൽ മാറ്റം വരണമെങ്കിൽ ഈ ജലത്താലും ആത്മാവിനാലും ജനനം എന്ന് പറയും. ആത്മാവിൽ ജനനം എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവാണ് ആത്മാവിലുള്ള വിശ്വാസം. ഭൗതിക വിശ്വാസം നമുക്ക് എല്ലാവർക്കും മാമോദീസയിൽ മാമോദീസയിൽ ആത്മീയ വിശ്വാസം ലഭിക്കുന്നുണ്ട്. പക്ഷെ അത് ജ്വലിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വഴിയായിട്ടാണ്. മിശിഹായോടും മിശിഹായിൽ യാഥാർത്ഥ്യമാകുന്ന ദൈവരാജ്യത്തോടും ആഭിമുഖ്യം പുലർത്തുന്ന വിശ്വാസത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നയിക്കപ്പെടണം. ഭൗതികമായ വിശ്വാസം ഭൗതികമായ കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവികമായ വിശ്വാസം ദൈവരാജ്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ്. വിശ്വാസത്തിൽ നിന്ന് മനുഷ്യർ നിക്ഷേപിക്കുന്നതും പരിപോഷിപ്പിക്കുന്നതും വിശ്വാസം, ആത്മീയ വിശ്വാസം വളർത്തുന്നത് പരിപോഷിപ്പിക്കുന്നതും പരിശുദ്ധാത്മാവാ. ചുരുക്കി പറഞ്ഞ ആത്മാവിന് ജന്മം വരുമ്പോൾ സ്വർഗരാജ്യത്തെ കുറിച്ച് ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ ജീവിക്കും. മൂന്നാമതായിട്ട് മാനസാന്തരത്തിലൂടെ നമ്മിൽ യഥാർത്ഥമാകുന്ന ഒരു വിശ്വാസ ജീവിതം കാണുവാൻ സാധിക്കും. ഇന്ന് സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ സെബസ്ത്യാനോസിനെ, അൽമായനായ ഈ സെബസ്ത്യാനോസിന് ഇത്രയധികം പ്രാധാന്യം കിട്ടാൻ കാരണം സെബസ്ത്യാനോസ് ആഗോളം മധ്യസ്ഥനായിട്ടാണ്. ഇത്രയും ആത്മായ മധ്യസ്ഥ കിട്ടാൻ കാരണം 80% വിശുദ്ധാത്മാക്കള് മാർപ്പാപ്പന്മാരും വൈദികരും സന്യസ്തരൊക്കെയാണ്. റയറാണ് ആത്മായ വിശുദ്ധാത്മാക്കൾ നമ്മുടെ സഭയിലുള്ളൂ. ഇവൻ ഭൗതിക വിശ്വാസത്തിന് വേണ്ടിയല്ല ജീവിച്ചത്. നമുക്ക് വേണമെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡ് നടത്തായിരുന്നു. ഈ സെബസ്ത്യാനോസ് ഡയക്കസ് ചക്രവർത്തിയുടെ
വിശ്വാസം ആളെന്ന് പുകഴ്ത്തിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഭൗതികമായിട്ടുള്ള അംഗീകാരങ്ങളൊക്കെ കിട്ടും. പക്ഷേ അതിനേക്കാളും വലുത് എൻ്റെ സ്വർഗത്തിൽ എനിക്ക് ലഭിക്കുന്ന അംഗീകാരം എന്ന് മനസ്സിലാക്കിയിട്ട് ഏത് സഹനവും സഹിക്കാനായിട്ട് ഞാൻ തയ്യാറാണെന്ന് ഉറക്കെ പ്രഘോഷിച്ച് പ്രഖ്യാപിച്ച വിശുദ്ധനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. അതാണ് നിക്കോദെമസിനെ കുറിച്ചിട്ട്, ആത്മാവിലുള്ള വീണ്ടും ജനനത്തെ കുറിച്ചിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിലുള്ള ജീവിതം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു യുവാവിനെ കാണാൻ സാധിച്ചു. ഒത്തിരി വർഷങ്ങളായിട്ട് മുന്നോട്ട് പോവാം. വർഷങ്ങളായിട്ട് കുമ്പസാരവുമില്ല, കുർബാനയ്ക്കും പോകുന്നില്ല. കുമ്പസാരം കുറവാണ്. പള്ളിയിൽ വല്ലപ്പോഴൊക്കെ പോയി തന്നെ പറയാൻ പറ്റുള്ളൂ. പോകുന്നുണ്ടെങ്കിൽ തന്നെ പുറത്തോട്ട് നിന്ന് തട്ടിമുട്ടി നിൽക്കും. അവൻ പറഞ്ഞൊരു കാര്യം, ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ വികാരിച്ചെടുത്ത് ചെന്നു, എനിക്ക് ഇന്ന സ്ഥലത്ത് സീറ്റ് വേണമെന്ന്. വികാരിച്ച ഒപ്പിട്ട് കൊടുത്തു, പക്ഷെ സീറ്റൊന്നും കിട്ടിയില്ല. അതോടുകൂടി അവൻ പള്ളിയെ നിർത്തി, കുമ്പസാരം നിർത്തി. നമ്മൾ ഇപ്പോഴത്തെ ഒരു പ്രശ്നം വെച്ചാലേ, ആ വികാരിച്ചം ചെയ്ത് പറഞ്ഞു, വികാരിച്ച അത് ചെയ്തു, പിന്നെ പള്ളിയെ പോക്കുമില്ല. ദിവസങ്ങൾ ഒത്തിരി പേര് കണ്ടപ്പോഴും എല്ലാവരും പറയുന്ന കാര്യമാണ്, ഇപ്പോഴത്തെ പള്ളിയെ പോക്കുമില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ മാമോസ സ്വീകരിച്ചത് വികാരിച്ചം കണ്ടിട്ടാണോ? നിങ്ങളുടെ വിശ്വാസം വികാരിച്ച അധിഷ്ഠിതമായിട്ടാണോ ഇരിക്കുന്നത്? അല്ലെങ്കിൽ പള്ളി കമ്മിറ്റി നിങ്ങൾ നോക്കിയിട്ടാണോ? നമ്മൾ നോക്കേണ്ടത് കർത്താവിലേക്കാണ്. പിന്നെ പള്ളിയിൽ പോകുന്നത് ഭൗതികമായിട്ടുള്ള വെള്ളങ്ങൾക്ക് കഞ്ഞി നേർച്ചയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ല. നമ്മൾ ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പോകുന്നത് നന്ദി പറയാനാ. ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനായിട്ട്. 3 കാര്യങ്ങളാണ് പരിശുദ്ധ കുർബാനയിൽ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഈശോയുടെ ശരീരരക്തം സ്വീകരിക്കുമ്പോൾ അവിടുത്തെ വിശ്വസിക്കുന്നവനെ എന്തുണ്ട്? നിത്യജീവനുണ്ട്. ഒന്നാമത്തെ കാര്യം. സ്വർഗം ലക്ഷ്യമാക്കിയാണ് ഞാൻ പരിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്ന പള്ളിയെ പോകേണ്ടതും. അതാണ് എൻ്റെ ലക്ഷ്യം. അതാണ് ആത്മീയ വിശ്വാസം എന്ന് പറയുന്നത്. ഭൗതിക വിശ്വാസമാണെങ്കിൽ എനിക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ലഭിക്കണമെന്ന് ഉദ്ദേശിച്ച് പോകുന്നതാണ് ഭൗതിക വിശ്വാസം. വേറൊരു പെൺകൊച്ചിനെ കണ്ടു ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ. എനിക്ക് അച്ഛനെ ഒപ്പിട്ടിട്ട് ഈ ഇടവകയിലെ സ്കൂളിൽ ഞാൻ TTC കഴിഞ്ഞതാ. എനിക്ക് സ്കൂളിൽ അച്ഛൻ ഒപ്പിട്ട് ജോലി കിട്ടിയില്ല. അതോടെ സഭയോട് വെറുപ്പാ. ജോലിക്ക് വേണ്ടിയിട്ടാണ് ഇത്ര നാള് പള്ളിയിൽ വരുന്നത്. നമ്മൾ ആത്മീയ കാര്യം നിത്യജീവന് വേണ്ടിയിട്ട് സ്വർഗത്തിൽ ലക്ഷ്യമാക്കി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ്. രണ്ടാമതായിട്ട് നമ്മുടെ ആത്മീയ ഭക്ഷണമാണ് പരിശുദ്ധ കുർബാന. നമ്മൾ ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുന്നത് ആ ആദിമ സഭയുടെ കൂട്ടായ്മയോട് ചേർന്ന് ആ ഭക്ഷണം, ആത്മീയ ഭക്ഷണം, ഭൗതികമായ ഭക്ഷണം നമ്മൾ കഴിക്കുന്നുണ്ട്. ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായത്തിലെ നമ്മൾ കഴിഞ്ഞ വർഷം വായിച്ചാണ്. സ്നാപയോഹന്നാൻ വളർന്നു വലുതായി എന്നിൽ ശക്തിപ്പെട്ടു, ആത്മാവിലെ ശക്തിപ്പെട്ടു. എനിക്ക് 50 വയസ്സായെങ്കിൽ എൻ്റെ ആത്മീയ വയസ്സ് കൂടിയും ശരീരം വണ്ണം വയ്ക്കുന്നുണ്ട്, ഒപ്പം തന്നെ ആത്മീയ വളർച്ച കൂടിയും ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ഈ ആത്മീയ ഭക്ഷണം, പരിശുദ്ധ കുർബാന കിട്ടുന്ന ആത്മീയ ഭക്ഷണം, ആത്മീയ ശക്തി സ്വീകരിക്കണം. മൂന്നാമതായിട്ട് ഈശോ പറയുകയാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ, യോഹന്നാന്റെ സുവിശേഷം പറയുന്നത് മുഴുവനും, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കും. അപ്പൊ ആത്മീയ വിശ്വാസം, ഒരു ആത്മീയ വീണ്ടും ജന്മം വരുമ്പോൾ ഈശോ നമ്മിൽ വസിക്കുക ചെയ്യുന്നത്, നമ്മൾ ഈശോയിൽ വസിക്കുക ചെയ്യുന്നത്.
നിക്കോദെമസ് ഭൗതിക വിശ്വാസം അത്ഭുതം കാണാൻ പോയപ്പോൾ ഈശോ പറഞ്ഞു വീണ്ടും ജനിക്കണമെന്ന്. ആത്മാവിൽ ജനനം നിക്കോദെമസിന് അനുഭവമായിട്ട് മാറി. എസെക്കിയേൽ പുസ്തകം 36-ാമത്തെ അധ്യായം 26-ാം വാക്യത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ആത്മീയ വിശ്വാസം എന്നെ കുറിച്ചിട്ട്. 3 കാര്യങ്ങളാണ് അവിടെ 36-26 എസെക്കിയേൽ 36-26 കൃത്യമായിട്ട് പറയുന്നുണ്ട്. 3 കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. പരിശുദ്ധ കുർബാന നമുക്ക് ലഭിക്കുന്നത്. പുതിയ ഹൃദയം നിനക്ക് ഞാൻ തരും. ഓരോ പരിശുദ്ധ കുർബാനയിലും അവിടുത്തെ ശരീര രക്തം തരുമ്പോൾ നിനക്ക് പുതിയ ഹൃദയം ലഭിക്കുന്നത്. ഒരു പുതു ചൈതന്യം. രണ്ടാമത്തെ ഒരു പുതു ചൈതന്യം, ആത്മാവ് ചൈതന്യം. അതിനു വേണ്ടി നമ്മൾ പള്ളിയിൽ പോകേണ്ടത്. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളമായ ഹൃദയം, എൻ്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് ഞാൻ നിവേശിപ്പിക്കും. എൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പോവും. ഭൗതികമായ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ അങ്ങനെ പോവും. എനിക്കത് കിട്ടിയില്ല, ഞാൻ അങ്ങോട്ട് പോണില്ല. അപ്പൊ മാമോദിസ ലഭിച്ചിട്ടുള്ള ആ പരിശുദ്ധാരൂപയെ വിധേയപ്പെട്ട് ആ വെളിച്ചത്തിന് മാർഗത്തിൽ തുടരുമ്പോൾ ആണ് വിശ്വാസത്തിന്റെ ആത്മീയ വിശ്വാസം നമ്മൾ ജീവിക്കാനായിട്ട് സാധിക്കുക. ഇനി 6-ാമത്തെ വാക്യം, 3-ാമത്തെ വാക്യത്തിലെ ആത്മാവിന്റെ സഹായമില്ലാതെ ഒരു മനുഷ്യനെ വിശ്വാസത്തിലേക്ക് വരിക അസാധ്യമാണ്. വായിച്ചു നോക്കിയത്. മാംസം ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ ജനിക്കുന്നത് ആത്മാവാണ്. ഇവിടെ മാംസം എന്ന പ്രയോഗം മനുഷ്യനെ ആത്മാവിനാൽ ജനിക്കാത്ത മനുഷ്യനെ ഉദ്ദേശിച്ച പറയുന്നത്. അല്ലാണ്ട് നമ്മൾ ഇറച്ചിക്കടയിൽ നിന്ന് കിട്ടുന്ന മാംസം, ശരീരത്തിൻ്റെ മാംസം അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനുഷ്യനെ, സ്വാഭാവികമായ മനുഷ്യൻ, ആത്മാവിലെ വിശ്വാസമില്ലാത്ത മനുഷ്യനെ, പരിശുദ്ധാത്മാവിനെ ജനിക്കാത്ത മനുഷ്യൻ, ആത്മീയ വിശ്വാസമില്ലാത്ത മനുഷ്യനെ സൂചിപ്പിക്കുന്നതാണ് ഈ മാംസം എന്നുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. പലർക്കും സംശയമുണ്ട്, മാംസം ജനിക്കുന്ന മാംസം അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിന്റെ നിർവചനം ഇതാണ്: ആത്മാവിൽ ജനിക്കാത്ത മനുഷ്യൻ, വിശ്വാസം, ഭൗതിക വിശ്വാസമല്ല, ആത്മീയ വിശ്വാസം ഇല്ലാത്ത മനുഷ്യൻ. മാംസം ജനിക്കുന്ന ഭൗതികമുള്ള വിശ്വാസം ആണ് ഉദ്ദേശിക്കുന്നത്. ആത്മാവിലെ ജനിക്കുന്ന വിശ്വാസം ഉണ്ടെങ്കിലാണ് സ്വർഗത്തിലേക്ക് കയറുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ആത്മാവിലുള്ള വിശ്വാസം പറഞ്ഞു. ഇനി ആ ജലത്താലുള്ള ജനനം, ആത്മാവിനാലും ജലത്താലും നീ വീണ്ടും ജനിക്കണം. മാമോദീസയിലൂടെ നമ്മൾ സഭയിൽ പ്രവേശിക്കുമ്പോൾ നമ്മുടെ തലയിൽ വെള്ളം ഒഴിച്ചിട്ടാണ്. അത് ജലം സൂചിപ്പിക്കുന്നത് വിശുദ്ധീകരണം. കാരണം നമ്മളെല്ലാം എല്ലാ ദിവസവും കുളിക്കുന്നുണ്ട്, ജലം ഉപയോഗിച്ച് നമ്മൾ കുളിക്കുന്നുണ്ട്. നമ്മുടെ ശരീരം വൃത്തിയാക്കി കൊണ്ട് നടക്കാനാണ്. വിശുദ്ധീകരണമാണ് ജലത്താലുള്ള ജനനം, ആത്മാവുള്ള ജനനം, ജലത്താൽ ജനനത്തെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ കുളിക്കുമ്പോൾ നമ്മുടെ അഴുക്കൊക്കെ പോയി നമ്മൾ വൃത്തിയുള്ളവർ മാറുന്ന പോലെ ആത്മാവിൽ നമ്മൾ വിശുദ്ധീകരണം വഴിയായിട്ട് ദൈവമക്കളായിട്ട് തീരുന്നു. അതിനായിട്ട് നമ്മുടെ ഹൃദയങ്ങൾ നമുക്കൊരുക്കാം. വീണ്ടും ജനിക്കാനായിട്ട് ആത്മാവിനാലും ജലത്താലും വീണ്ടും ജനിച്ച് പുതിയ വ്യക്തികളായി മാറുവാനായിട്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കി, സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി ഒരു ആത്മീയ വിശ്വാസത്തിൽ വളരുവാനായിട്ട് ദൈവം നിങ്ങൾ സമൃദ്ധമായിട്ടും ആസ്വദിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.